ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് വ്ലോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റൈഹുവിന് ഇന്ന് പള്ളിയിലെ എക്സാം ആണ് കേട്ടോ. ഷർട്ട് തയ്ക്കാൻ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അതുപോലെ ഇന്ന് എനിക്കൊരു കല്യാണമുണ്ട്. ചിലപ്പോഴേ പോവളായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പോവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെയും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നോക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ വിശേഷമൊന്നും എടുക്കാനായിട്ടുണ്ടാവില്ല, ബിരിയാണി തീറ്റ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യം പോയിട്ട് ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് കൊടുക്കട്ടെ. എക്സാം ഇന്നലെ പള്ളിയിൽ പരീക്ഷ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ഭയങ്കര ടെൻഷനാക്കി കേട്ടോ. എക്സാം അവർക്ക് ഖുറാനിൻ്റെ പരീക്ഷ 5-ാം തീയതി ആയിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ പിള്ളേരൊക്കെ പോണ കണ്ടിട്ട് എല്ലാവരുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നായിരുന്നു റൈഹു പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ 6 മണിക്കായിരുന്നു. ഞാനിത് അറിഞ്ഞപ്പോൾ 8 മണിയായി. അപ്പോൾ ആകെ ടെൻഷനായി. പക്ഷേ എന്നിട്ട് ഞാൻ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ 5-ാം തീയതി തന്നെയാണ് കിടന്നത്. പക്ഷേ ഇക്കായും വിളിച്ചിട്ട് തന്നെ എടുത്ത് പറഞ്ഞു ഈ കൊച്ചിനെ പരീക്ഷയ്ക്ക് വിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ റൈഹുവിനെ പെട്ടെന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇന്നല്ല 5-ാം തീയതി ആണ് എന്നുള്ളത്. പക്ഷേ സത്യത്തിൽ 5-ാം തീയതി തന്നെ ആയിരുന്നു കേട്ടോ. ഭാഗപ്പാടെ ഞാൻ ടെൻഷനായി. എനിക്ക് ഇന്നലത്തെ രാവിലെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കി. അതിൽ അന്നമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ കോള് വന്നത്. അപ്പോൾ ജോലിയും ഒന്ന് മന്ദഗതിയിലായി. ഹോസ്പിറ്റലിൽ പോയപ്പോഴും കുറച്ചൊന്ന് താമസിച്ചു. ഹോസ്പിറ്റലിൽ പോയി കണ്ണിൽ കമ്പ് കൊണ്ടിട്ടാണല്ലോ കൊണ്ടുപോയത്. അത് റെഡിയായി കേട്ടോ. 2 ദിവസം കൂടി മരുന്ന് ഒഴിച്ചിട്ട് നിർത്താമെന്ന് പറഞ്ഞു. പിന്നെ 6 മാസം ആയിരുന്നു അവൾ കണ്ണാടി വെച്ചിട്ട്. ഇപ്പോൾ പുതിയ കണ്ണാടിക്ക് കൊടുത്തിട്ടുണ്ട്. ലെൻസിൻ്റെ ഇത് പവർ കൂട്ടിയിട്ട് കണ്ണാടിക്ക് പുതിയത് കൊടുത്തിട്ടുണ്ട്. നാളെ കിട്ടുള്ളൂ. അപ്പോൾ നാളെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വൈകിട്ട് അങ്ങോട്ടേക്ക് പോകണം. ആറ്റിങ്ങൽ നയനയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. ഇനി നേരെ പോയിട്ട് ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ അയൺ ചെയ്യൽ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തുണിയൊക്കെ തേക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതായത് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയൊക്കെ തേക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് 1-2 ദിവസം തേച്ച് നോക്കിയിട്ടോ. അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാനിവിടെ സ്ഥിരമാക്കി. ഈ കടയിൽ നിന്ന് മിക്കവാറും എനിക്ക് കേൾക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാലും നമുക്ക് ചീത്തവിളി കേൾക്കുന്നവരിവിടെ ചെയ്യാമല്ലോ. അതൊക്കെ കഴിഞ്ഞത് ഇവിടെ വന്നപ്പോൾ രണ്ടും കൂടെ ഉഗ്രം ഫൈറ്റ് കേട്ടോ. ഒരാൾക്ക് എക്സാമായിട്ട് രാവിലെ ഇരുന്ന് പഠിക്കുവാണ്, അടുത്ത ആൾ ഉറക്കം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. രണ്ടുപേരും കൂടി അങ്ങോട്ടടി ഇങ്ങോട്ടടി. എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെ വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അവസ്ഥ. അവൾ അത് ചെയ്തു, ഇവൻ ഇത് ചെയ്തു, അവൻ അതെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടെ ഒരു ബഹളമായിരിക്കും കേട്ടോ. ജഗ പുക ബഹളമായിരിക്കും. എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയില്ല. അതാണ് അവസ്ഥ. രാവിലെ എഴുന്നേറ്റപ്പോഴേ ഇത് ഒടിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. ഇന്നലെ പൂച്ച കയറിയിട്ടുണ്ടായിരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ ഒടിയത്തില്ല. പിന്നെ കമ്പ് കുറച്ചൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒടിയാനുള്ള സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഗ്രീൻ ടേപ്പും കാര്യങ്ങളൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഇവിടെ ചെവരിലും കുറച്ചിങ്ങനെ ചെളി പറ്റിയ പാടുണ്ട്. അപ്പോൾ പൂച്ച തന്നെയാണ് ഒടിച്ചേക്കുന്നത്. നമ്മൾ നെയ്മു ഉണ്ടായിരുന്ന സമയത്ത് വന്ന പൂച്ചയാണ് കേട്ടോ. അതിപ്പോൾ വലിയ ശല്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് അടുക്കളയിൽ ഒരു സാധനം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. അതുപോലെ എൻ്റെ ഇതുപോലുള്ള വർക്കുകളൊക്കെ അത് ചീത്തയാക്കും. കട്ടിലൊക്കെ കയറി കിടന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് കട്ടിലൊക്കെ കയറി കിടന്ന് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതും എൻ്റെ തുണികളും ഒക്കെ അത് ചീത്തയാക്കിയിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. രാവിലെ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രീ ആണ്, ഓറഞ്ച് ട്രീ. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഹനത് ഫാഷൻ ടെക്കിൽ ഇട്ടിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് കമ്പൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. നല്ല രസമല്ലേ, എനിക്കിഷ്ടമാണ് ഇത്. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നെയ്മുവിൻ്റെ കൂട്ടുകാരനായിരുന്നു. നെയ്മു പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് കൂട്ടുകാരനായതുകൊണ്ട് ഞാനന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് സ്നേഹിച്ചു. പക്ഷെ അതെന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ല, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരുന്നതായതുകൊണ്ട് പിന്നെ അതിനൊരു വല്ലാത്ത ഒച്ചയാണ് കേട്ടോ. നമ്മളെ പേടിപ്പിക്കുന്ന കണക്കത് വിളിക്കും. അപ്പോൾ അതിനെ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് അധികം ഞാനിപ്പോൾ അങ്ങനെ അതിനെ വീട്ടിലോട്ട് കയറ്റൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ പുതിയ വീട്ടിലാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. ഇവിടെയാണ് അത് കൂടുതൽ സമയം ഉണ്ടാവുക. അപ്പോൾ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചും ഉപദ്രവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനി ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കണോ? മാറ്റി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും അത് അവിടെ ഇവിടെയൊക്കെ ചാടിക്കയറും. ഞാനിവിടെ സൈഡിൽ തറയിലാട്ടോ വെച്ചേക്കുന്നത്. കുറച്ച് ഹൈറ്റ് ഉള്ളതാണല്ലോ. അപ്പോൾ തറയിൽ വെച്ച് അതൊരു പീസ് ഇങ്ങ് ഒടിഞ്ഞു വന്നു കേട്ടോ. 2-3 പീസ് ഒടിഞ്ഞു പോയി. മറ്റേത് 2 ഞാൻ ഒട്ടിച്ചു. ഇതിങ്ങ് ഇളകി വന്നത് ഒട്ടിക്കാൻ മീൻസ് അതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനതിനെ കുറച്ച് ഹൈറ്റ് ഉള്ളതും കൂടെ ആയതുകൊണ്ട് സൈഡിലായിട്ടങ്ങ് വെക്കാം. ഇവിടെ ഇരിക്കട്ടെ.
അപ്പോൾ ഇതിങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹന്നത്ത് ഫാഷൻ ടെക്കിൽ പോയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ കിട്ടും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാവേ. സോഫ്റ്റ് ക്ലോത്തും കമ്പിയുമാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചുള്ളിക്കമ്പും. ഓക്കെ, ഇനി റൈഹു ഇവിടെ റെഡി ആവുന്നുണ്ട്. അവനെ പള്ളി പറഞ്ഞു വിട്ടിട്ട് നേരെ അടുക്കളയിലോട്ട് പോകണം. വാപ്പാക്കുള്ള കാപ്പി കൊടുത്തിട്ടില്ല, പിള്ളേരൊക്കെ കുടിച്ചു. പിന്നെ ഇനി ഇക്ക വന്നിട്ട് അടുത്ത പരിപാടി തുടങ്ങിയാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ അടുക്കളയ്ക്കൊന്ന് റെസ്റ്റ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കല്യാണത്തിന് പോവാം, അടുക്കള റെസ്റ്റ് പക്ഷെ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ റെസ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം വാപ്പ ഇവിടെ ഉള്ളതുകൊണ്ട് എന്തായാലും വേവിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു വാപ്പ ഒരാൾക്ക് വേണ്ടി മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന്. വൈകിട്ട് എന്തായാലും കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിയിലൂടെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മേക്ക് ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മെറ്റീരിയൽ എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ, ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഒരു കുഞ്ഞു വാവിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത്. അത് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ദേ നമ്മൾ മൂന്നുപേരും കൂടി കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി. ഇക്കായെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു കുറച്ച് മുകളിലോട്ട് നടന്നു, ദാ വരുന്നു എന്ന്. അങ്ങനെ നമ്മൾ മൂന്നുപേരും കൂടി വരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമാണ്. ഇവിടെ വന്നു, ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. അവിടെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയൊക്കെയോ പ്രോഗ്രാമും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു. എന്താണ് പ്രോഗ്രാം എന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇക്ക വന്ന് വിളിച്ചു ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വന്നു. നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ഐസ്ക്രീമിൻ്റെ അടുത്തോട്ട് പോയി. പക്ഷേ എനിക്ക് ഐസ്ക്രീമിനെക്കാട്ടിയും പായസം കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്ക പോയിട്ട് സദ്യയുടെ അവിടെ നിന്ന് പായസം എടുത്തുകൊണ്ട് തന്നു, പ്രഥമനും. പിന്നെ റൈഹു എനിക്ക് ഈ ഒരു ബർമസലി എടുത്തുകൊണ്ട് തന്നു കേട്ടോ. എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഓവർലോഡ് ആയതുപോലെ തോന്നിയിട്ട് ഞാനൊരു സോഡ നാരങ്ങയുള്ള എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാറില്ല, കാരണം നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് വോമിറ്റിങ്ങും പ്രോബ്ലംസും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം വളരെ ലൈറ്റായിട്ട് മാത്രമാണ് ഫുഡ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബീഫൊന്നും ഞാൻ കഴിക്കാറില്ല, ഇന്നും ബീഫ് കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ മട്ടനും ചിക്കനും ഒക്കെ കഴിച്ചു. നോർമലി ഞാൻ ഇതൊക്കെ അങ്ങ് ഒഴിവാക്കും കേട്ടോ. കഴിച്ചാലും വളരെ കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ. ഇന്ന് പക്ഷേ അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിച്ചെന്ന് വേണം പറയാൻ. പിന്നെ അതേ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു കുറച്ച് നേരം. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അന്നുവിനാകെ പാടെ സന്തോഷമായിരുന്നു കേട്ടോ. അവൾ ഇതേപോലെ എല്ലാമൊക്കെ പോയി ട്രൈ ചെയ്തു. സാധാരണ ഞാൻ അവളങ്ങനെ ഒറ്റയ്ക്ക് വിടാറില്ല, ഇന്ന് ഞാനിങ്ങനെ അഴിച്ച് വിട്ടേക്കായിരുന്നേ.